ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് പോകുന്നത് ഹൈലൈറ്റ് മാളിലേക്കാണ് കേട്ടോ. ചേട്ടൻ ഇന്ന് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ പോകുമ്പോൾ ഞങ്ങളും കൂടെ വരാമെന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ. ഹൈലൈറ്റിൽ പോയിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ സാൻവി നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഈവനിങ് ഒരു 3 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ പാർക്കിങ്ങിലും ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ചേട്ടൻ മീറ്റിങ്ങിന് പോയ ടൈമിൽ സാൻവി എന്നെ കൂട്ടി ആദ്യം പോയത് ഗെയിം സോണിലേക്കാണ്. ഇവിടെയുള്ള ഗെയിംസിലൊക്കെ അവൾ കയറിയിട്ടുള്ളതാണ്. സോ ഇത്തവണ ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ലാത്ത ഗെയിംസിൽ കയറാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ട്രംപലിൻ പാർക്കിലേക്കാണ് പോകുന്നത്. ഫുഡ് കോർട്ട് ഏരിയയിലാണ് കേട്ടോ ഗെയിം സോണുകളൊക്കെ ഉള്ളത്. ഇവിടെ ഫസ്റ്റ് ടൈമാണ് അവൾ വരുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. അരമണിക്കൂറിന് 300 rupees വരുന്നത്. പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ പെട്ടെന്നാണ് ടൈം പോയത്. ടൈം പോകുന്നത് അറിയുന്നേ ഇല്ല. കുട്ടികളിങ്ങനെ ജമ്പ് ചെയ്ത് കളിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു ഊഞ്ഞാലയിലാണ് ഫസ്റ്റ് അവൾ കയറിയത്. ആദ്യം കയറാൻ കുറച്ച് പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അവൾ ചെയ്യാൻ തുടങ്ങിട്ടോ. അവളെ കൂടെ ആരും കളിക്കാനില്ലാത്തത് കൊണ്ട് എന്നെയായിരുന്നു കളിക്കാൻ വിളിച്ചിരുന്നത്. ഞാൻ അവളെ കൂടെ നടക്കുകയായിരുന്നു. അവൾ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മോളുടെ ഈ ഡ്രസ്സ് ഞങ്ങൾ കാലിക്കറ്റ് കസവകേന്ദ്രയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അവളൊരു ബാസ്കറ്റ് ഗെയിം കണ്ടു. ഗോൾ ഇടാൻ കുറേ ശ്രമിച്ചെങ്കിലും സ്പ്രിങ് കാരണം അവൾക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. കുട്ടികളുടെ കൂടെ നടന്ന് അവർക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അവളുടെ കളികൾ കണ്ട് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അങ്ങനെ ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു റൈഡിലാണ് അവൾ കയറിയത്. അവൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതിൽ കയറുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ആൾ. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ചേട്ടന്മാരൊക്കെ നിർബന്ധിച്ചപ്പോൾ കയറിയതാണ്. അങ്ങനെ കുറച്ചൊക്കെ കയറി കുറച്ച് മുകളിലെത്തിയപ്പോൾ ആൾക്കൊരു പേടി തോന്നിട്ടോ. അപ്പോൾ അവരോട് മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചുകൂടെ കയറിയപ്പോൾ ആൾ തീരെ പിന്നെ കയറാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ ഇതവൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് അവൾ കയറിയത് ഈ ഒരു ബബിൾ ഗെയിമിലാണ് കേട്ടോ. കയറുമ്പോൾ നല്ല ഉഷാറായിട്ട് കയറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടനൊന്ന് ജസ്റ്റ് കറക്കിയപ്പോൾ പിന്നെ ആൾ പേടിച്ചു കേട്ടോ. ഇനി മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് പപ്പ എത്തി കേട്ടോ. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഹൊറർ ലാൻഡിലേക്കാണ്. ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ കയറിയിട്ടില്ല കേട്ടോ. എനിക്ക് ചെറിയ പേടിയാണ്. അങ്ങനെ പോകുമ്പോൾ ആൾ എന്നെ കളിയാക്കി നല്ല ധൈര്യത്തിലാണ് പോയത്. പക്ഷെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കരഞ്ഞ് പകുതി വെച്ച് തിരിച്ചു പോന്നു. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്താണ് കരച്ചിൽ നിർത്തിയത്. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഫെദർ കണ്ടു. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നെക്സ്റ്റ് ഞങ്ങൾ നേരെ പോയത് 12D സിനിമാസിലേക്കാണ് കേട്ടോ. അപ്പം അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തു. എനിക്ക് ഇതിലൊക്കെ കയറാൻ കുറച്ച് പേടിയാണ് കേട്ടോ.
പിന്നെ ഹസ്ബൻഡ് മോൾ നിർബന്ധിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് കയറിയെന്നുള്ളൂ. നെക്സ്റ്റ് അവൾ കയറിയത് ഒരു പാണ്ട എക്സ്പ്രസ്സിലാണ്. 100 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ നമിത പ്രമോദിനെ കണ്ടു. നെക്സ്റ്റ് നമ്മൾ പോയത് മാക്സിലേക്കാണ്. മോക്കൊരു ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. ഫിഷ് സ്പാ ചെയ്യാൻ സമ്മതിക്കാത്തതിന് പിണങ്ങിയതാണ് കേട്ടോ ആൾ. കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴാണ് പിണക്കം മാറിയത്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മോക്ക് ഞങ്ങളൊരു ജീൻസും ടീഷർട്ടും എടുത്തിട്ടുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ അൺബോക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴേക്കും 7 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.